ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുന്ന വികസിത കേരളം കൺവെൻഷനുകൾക്ക് ജില്ലാ നേതൃയോഗങ്ങൾക്കും ഇന്ന് തുടക്കമാവുകയാണ്. ആദ്യ കൺവെൻഷനിൽ പങ്കെടുക്കാനായി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ വന്ദേ ഭാരത് ട്രെയിനിൽ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് വൻ വരവേൽപ്പാണ് പാർട്ടി പ്രവർത്തകർ ഒരുക്കിയത്. ലുലു ഹയാത്തിലാണ് കൺവെൻഷൻ. രാവിലെ 9:30 അദ്ദേഹം തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. വാദ്യമേളങ്ങളോടെ വലിയ വാഹന റാലിയോടെ ഒക്കെ തന്നെയാണ് സംസ്ഥാന അധ്യക്ഷനെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ദേ ഭാരതിലെത്തിയ സംസ്ഥാന അധ്യക്ഷനെ പാർട്ടി പ്രവർത്തകർ സ്വീകരിച്ചത്. ശക്തൻ്റെ മണ്ണിൽ സംസ്ഥാന അധ്യക്ഷനായി എത്തിയ മുൻ കേന്ദ്രമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖരന് വലിയ വരവേൽപ്പ് തന്നെ അവിടെ ലഭിച്ചു. അവിടെ നിന്നും നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് അദ്ദേഹത്തെ ലുലു ഹയാത്തിലുള്ള കൺവെൻഷൻ സെൻറ്ററിലേക്ക് ആനയിച്ചത്. അവിടെ എത്തിയ അദ്ദേഹം അവിടെ ബലിദാനികളായിട്ടുള്ള പ്രധാനപ്പെട്ട പ്രവർത്തകരുടെ ചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന അർപ്പിച്ചാണ് കൺവെൻഷൻ സെൻറ്ററിലേക്ക് പ്രവേശിച്ചത്. അവിടെ മഹിളാ മോർച്ച പ്രവർത്തകർ അദ്ദേഹത്തെ ആരതി ഒഴിഞ്ഞും തിലകമണിയിച്ചും അദ്ദേഹത്തെ ആചാരപൂർവ്വം അവിടെ കൺവെൻഷൻ സെൻറ്ററിലേക്ക് വരവേറ്റു. ആദ്യം തന്നെ പാർട്ടിയുടെ ജില്ലാ നേതൃയോഗത്തിലാണ് ജില്ലാ പ്രധാനപ്പെട്ട ഭാരവാഹികളുടെ യോഗത്തിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നു. സാനു, അവിടെ കൺവെൻഷൻ യോഗങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ? കൂടുതൽ വിവരങ്ങൾ സാനു. സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം തൃശ്ശൂർ ജില്ലയിൽ ആദ്യമായിട്ടെത്തിയ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് ശക്തന്റെ തട്ടകത്തിൽ ഗംഭീരമായിട്ടുള്ള ഊഷ്മളമായിട്ടുള്ള സ്വീകരണമാണ് പ്രവർത്തകർ ഒരുക്കിയത്. നിലവിൽ സമ്മേളന നഗരിയിൽ വികസന കൺവെൻഷൻ നഗരിയിലേക്ക് സംസ്ഥാന അധ്യക്ഷൻ എത്തിയിരിക്കുകയാണ്. സിറ്റി ജില്ലാ കോർ കമ്മിറ്റി യോഗം അല്പസമയത്തിനുള്ളിൽ തുടങ്ങും. ഇതിൽ നേതാക്കളെ അഭിസംബോധന ചെയ്തതിന് ശേഷമായിരിക്കും വികസന സെമിനാർ വേദിയിലേക്ക് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എത്തുക. തുടർന്നാണ് ഈ മിഷൻ 2025 എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ഉള്ള നയരേഖ സംസ്ഥാന അധ്യക്ഷൻ പ്രവർത്തകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. സജീവ പ്രവർത്തകരായിട്ടുള്ള 1700-ലധികം പേരാണ് ഈ സമ്മേളന നഗരിയിൽ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഈ ലുലു ഹയാത്തിലേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും ജില്ലാ കോർ കമ്മിറ്റി യോഗമാണ് അല്പസമയത്തിനുള്ളിൽ തുടങ്ങാൻ പോകുന്നത്. അതിനുശേഷം മാധ്യമങ്ങളെ കാണും. മാധ്യമങ്ങളെ കണ്ട് ഈ വികസന സെമിനാറിന്റെ വിവരങ്ങളടക്കം മാധ്യമങ്ങളോട് പങ്കുവെച്ചതിന് ശേഷം വികസന സെമിനാറിന്റെ ലേക്ക് കടക്കും. സംസ്ഥാന അധ്യക്ഷൻ സംസ്ഥാനതല ഉദ്ഘാടനം ഇവിടെ വെച്ച് നടത്തുന്നതായിരിക്കും. അതിനുശേഷമായിരിക്കും ബലിദാനികളുടെ വീടുകളിലേക്ക് അടക്കം ഈ സംസ്ഥാന അധ്യക്ഷൻ എത്തുക. തുടർന്ന് സൗത്ത് ജില്ലയുടെ തൃശ്ശൂർ സിറ്റി ജില്ലയുടെ ഉദ്ഘാടനമാണ്, സംസ്ഥാനതല ഉദ്ഘാടനമാണ് തൃശ്ശൂർ സിറ്റി ജില്ലയിൽ നടക്കുന്നത്. അതിനുശേഷമായിരിക്കും സൗത്ത് ജില്ലയുടെ ഉദ്ഘാടനം കൊടുങ്ങല്ലൂർ പ്രദേശത്ത് നടക്കുക. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും ഈ കൊടുങ്ങല്ലൂരിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. 1400-ലധികം സജീവ പ്രവർത്തകർ ഇവിടുത്തെ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. നിലവിൽ മഹിളാ മോർച്ച പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് സംസ്ഥാന അധ്യക്ഷന് ഊഷ്മളമായിട്ടുള്ള സ്വീകരണം ഈ ലുലു ഹയാത്തിൽ ഒരുക്കിയത്. ഇപ്പോൾ നിലവിൽ തൃശ്ശൂർ സിറ്റി ജില്ലയുടെ കോർ കമ്മിറ്റി യോഗം ചേരുകയാണ്. അല്പസമയത്തിനുള്ളിൽ ഈ കോർ കമ്മിറ്റി യോഗത്തിൽ നേതാക്കളെ ജില്ലാ ഭാരവാഹികളെ അടക്കം സംസ്ഥാന അധ്യക്ഷൻ അഭിസംബോധന ചെയ്യും. തീർച്ചയായും നമുക്കറിയാം, തൃശ്ശൂരിൽ ഇത്തരത്തിലുള്ള വികസിത കേരളം കൺവെൻഷൻ തുടക്കം കുറിക്കുന്നു. സാനു കെ സജീവ്, ഇവിടെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിനൊപ്പം അവിടെ പങ്കെടുക്കുന്ന പ്രമുഖ നേതാക്കൾ ആരെല്ലാമാണ്? അഡ്വക്കേറ്റ് എസ് സുരേഷ് ഉണ്ട്, ബി.ജെ.പി. നേതാക്കളായിട്ടുള്ള അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, അതേപോലെ തന്നെ കെ അനീഷ് കുമാർ തുടങ്ങിയ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ്. സംസ്ഥാന അധ്യക്ഷനൊപ്പം അവിടെ പങ്കെടുക്കുന്ന മറ്റ് നേതാക്കളുടെ വിവരങ്ങൾ കൂടി സാനു. ബി.ജെ.പിയുടെ സംസ്ഥാന നേതാക്കളായിട്ടുള്ള അഡ്വക്കേറ്റ് സുരേഷ് അടക്കമുള്ള നേതാക്കൾ, കെ അനീഷ്, മുൻ ജില്ലാ അധ്യക്ഷൻ കെ അനീഷ് അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം ബാക്കിയുള്ളത് ജില്ലാ ഭാരവാഹികളാണ്. മുൻ ജില്ലാ ഭാരവാഹികൾ അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നിലവിൽ ജില്ലാ ഭാരവാഹി യോഗം, അതായത് കോർ കമ്മിറ്റി യോഗമാണ് അല്പസമയത്തിനുള്ളിൽ നടക്കാൻ പോകുന്നത്. അതിലേക്ക് ജില്ലാ ഭാരവാഹികൾ, സിറ്റി ജില്ലയുടെ ഭാരവാഹികളും മുൻ അധ്യക്ഷന്മാരും അടക്കം ഈ യോഗത്തിൽ പങ്കുകൊള്ളുന്നുണ്ട്. തൃശ്ശൂരിൻ്റെ സ്വന്തം എം.പി. കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി ഇന്നത്തെ കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ടോ? അദ്ദേഹത്തിന് മറ്റ് തിരക്കുകൾ കാരണമാണോ അദ്ദേഹം ഈ കൺവെൻഷനിൽ എത്തും എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? വനിതാ പ്രവർത്തകരുടെയും യുവാക്കളുടെയും വലിയ നിര തന്നെ ഈ സമ്മേളനത്തിൽ കാണാൻ കഴിയുന്നുണ്ടല്ലോ സാനു.
തീർച്ചയായിട്ടും വനിതാ പ്രവർത്തകരുടെയും മഹിളാ മോർച്ചയുടെയും അതേപോലെ യുവാക്കളുടെയും യുവമോർച്ച പ്രവർത്തകരുടെ അടക്കം വലിയൊരു സാന്നിധ്യം ഈ യോഗത്തിലുണ്ട്. സിറ്റിംഗ് പാർലമെന്റ് അംഗവും അതേപോലെ തന്നെ കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള സുരേഷ് ഗോപി ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്തായാലും അദ്ദേഹത്തിന് ഔദ്യോഗിക തിരക്കുകൾ ഉള്ളതിനാൽ എത്തില്ല എന്നുള്ളൊരു വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അല്പസമയത്തിനുള്ളിൽ നമുക്ക് കൂടുതൽ അറിയാൻ സാധിക്കും. ഇന്നലെ മണ്ഡലത്തിൽ അദ്ദേഹം സജീവമായിരുന്നു. ഇന്നും ഈ യോഗത്തിൽ, അതായത് വികസന കൺവെൻഷനിൽ, വികസന സെമിനാറിലടക്കം, ജില്ലാ നേതൃയോഗങ്ങളിലടക്കം കേന്ദ്രമന്ത്രി പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നതാണ്. എന്തായാലും ഔദ്യോഗിക തിരക്കുകൾ കാരണം അദ്ദേഹം ഒരുപക്ഷെ പങ്കെടുക്കാനുള്ള സാധ്യത ഇല്ല എന്നുള്ള ഒരു വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും മഹിളാ മോർച്ച പ്രവർത്തകരുടെയും അതേപോലെ തന്നെ യുവമോർച്ച പ്രവർത്തകരുടെയും മറ്റ് പരിവാർ സംഘടനകളുടെയും വലിയൊരു സാന്നിധ്യം ഈ യോഗത്തിലുണ്ട്. അതായത് BJPയുടെ സജീവ പ്രവർത്തകർ, ഈ യോഗത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്, BJPയുടെ സജീവ പ്രവർത്തകരാണ് ഈ ഒരു യോഗത്തിന്റെ ഭാഗമാകുന്നത്, ഈ വികസന സെമിനാറിന്റെ ഭാഗമാകുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലടക്കം വിജയിച്ചവരും അതേപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് 2ാം സ്ഥാനത്തെത്തിയവരും അടക്കമുള്ളവരാണ് ഈ യോഗത്തിലേക്ക് ക്ഷണിതാക്കളായി ഈ യോഗത്തിലേക്ക് പങ്കെടുക്കുന്നത്. എന്തായാലും അവരുടെ വലിയൊരു സാന്നിധ്യം, 1700-ലധികം പ്രവർത്തകർ ഈ യോഗത്തിന്റെ ഭാഗമാകുന്നുണ്ട്. അത് തൃശ്ശൂർ സിറ്റിയുടെ, അതായത് സംഘടനാ ജില്ല 30ആയിട്ട് വിഭജിച്ച ശേഷം തൃശ്ശൂർ സിറ്റിയിലെ മാത്രം പ്രവർത്തകരുടെ, സജീവ പ്രവർത്തകരുടെ എണ്ണമാണ് നമ്മൾ പറഞ്ഞത്. 1700-ലധികം പേർ ഈ യോഗത്തിന്റെ ഭാഗമാകുന്നുണ്ട്. നിലവിൽ BJP സിറ്റി ജില്ലാ കോർ കമ്മിറ്റി യോഗം ആരംഭിച്ചിരിക്കുകയാണ്. സംസ്ഥാന അധ്യക്ഷൻ ഈ കോർ കമ്മിറ്റി യോഗത്തെ അഭിസംബോധന ചെയ്യുകയാണ്. ജില്ലാ ഭാരവാഹികളാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്.